തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. പ്ലാറ്റ്ഫോമുകൾക്കിടയിലെ മേൽപ്പാലത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ബാഗിലാക്കി ഉപേക്ഷിച്ച നിലയിലായിരുന്നു മൃതദേഹം. തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. ആജ്ഞ, എന്താണ് സംഭവം? രാവിലെ 8:45 കൂടിയാണ് ജീവനത്തൊഴിലാളിയായ ഒരു സ്ത്രീയാണ് ഈ ബാഗ് കണ്ടെത്തിയത്. അത് പരിശോധിച്ച ശേഷമാണ് അതൊരു കുഞ്ഞിന്റെ ആൺകുഞ്ഞിന്റെ മൃതദേഹമാണെന്ന് മനസ്സിലായത്. തുടർന്ന് റെയിൽവേ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. ഒരു ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഈ ബാഗിനുള്ളിൽ ഉണ്ടായിരുന്നത്. ഈ മേൽപ്പാലത്തിന് തൃശൂർ മേൽപ്പാലത്തിൽ ലിഫ്റ്റുകൾക്ക് സമീപമായിട്ടാണ് ഈ ബാഗ് കണ്ടത്. ചോരക്കുഞ്ഞിനെ ഉപേക്ഷിച്ചത് ആരാണെന്ന് ഇതുവരെയും വ്യക്തമായിട്ടില്ല. CCTV അടക്കം കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. അതേസമയം കുഞ്ഞിന്റെ മൃതദേഹം തൃശ്ശൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടുതൽ വിശദമായ അന്വേഷണത്തിലെ ഇത് ആരുടെ കുട്ടിയാണെന്നോ ആരാണോ കുഞ്ഞിനെ ഉപേക്ഷിച്ചതെന്നോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ഇന്ന് രാവിലെ 8:45 കൂടി അവിടുത്തെ ക്ലീനിംഗ് തൊഴിലാളിയായ ഒരു ലേഡിയാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹം അടങ്ങിയ ബാഗ് കണ്ടെത്തിയത്. ശരിയാണ്. പാലക്കാട് കുലുക്കല്ലൂരിൽ എക്സൈസ് സംഘത്തെ കണ്ട് പുഴയിൽ ചാടിയ 17-കാരന്റെ മൃതദേഹം കണ്ടെത്തി. വല്ലപ്പുഴ സ്വദേശി കളത്തിൽ ഷംസുവിന്റെ മകൻ സുഹൈറാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ടാണ് നരിമടയ്ക്ക് സമീപം പരിശോധനയ്ക്ക് വന്ന എക്സൈസ് സംഘത്തെ കണ്ട് ഭയന്ന് സുഹൈർ പുഴയിൽ ചാടിയത്. പിന്നീട് സുഹൈറിനെ കാണാതാവുകയായിരുന്നു. ഇന്ന് ചുണ്ടമ്പറ്റ നാട്യമംഗലം ഭാഗത്തു നിന്നാണ് മൃതദേഹം കിട്ടിയത്.